കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. ഇവിടെ വരിക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം ഇത് പറയുന്നത് 2 വർഷം മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ തൃക്കാക്കര ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അവിടെ പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അത് ഒന്നുകൂടി കേൾക്കാം. കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. ഇവിടെ വരിക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ 2 വർഷം മുമ്പുള്ള പ്രസംഗം ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പ്രേക്ഷകരെ കേൾപ്പിക്കുന്നത്? ഇതാ വീണ്ടും കേരളയിലെ ജീവൻ വയ്ക്കുന്നു. കേരളയിൽ എവിടെയാണ് മുടങ്ങിയത്? UDF നേതാക്കളും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെ പറയും, UDF നടത്തിയ ശക്തമായ പ്രക്ഷോഭത്തിന് മുന്നിൽ കേരളയിൽ പദ്ധതി വേണ്ടെന്ന് വെക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ. പ്രതിപക്ഷത്തിന്റെ സമരത്തിന് മുന്നിൽ സംസ്ഥാന സർക്കാർ മുട്ടുമടക്കി എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പദ്ധതി മുടങ്ങിയത് കേന്ദ്ര സർക്കാർ തത്വത്തിൽ നൽകിയ അംഗീകാരത്തോടൊപ്പം ഉറച്ചു നിന്നില്ല. പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് അന്തിമ തീരുമാനം നീട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് കൂടിയാണ് ആ പദ്ധതി തൽക്കാലം മാറ്റിവെക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അങ്ങനെ പൂർണ്ണമായും മാറ്റിവെക്കുകയായിരുന്നില്ല ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം, പദ്ധതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചു, കേരളയിൽ പദ്ധതി കേന്ദ്രം അംഗീകരിക്കും, പദ്ധതിയുമായി മുന്നോട്ട് പോകും, കേരളയിൽ പദ്ധതി ഇന്ത്യക്ക് കേരളത്തിന് ആവശ്യമാണ് എന്ന്. അതോടുകൂടിയാണ് വീണ്ടും ജീവൻ വെക്കുന്നു കേരളയിന് എന്ന വാർത്ത പൊതുവെ ഉയർന്നു വന്നത്. പക്ഷേ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കുന്നതിന് വേണ്ടി. കേന്ദ്ര അനുമതി, അന്തിമ അനുമതി നൽകുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ഒടുവിൽ നടക്കുന്ന ചർച്ചയാണ്. ഇനിയും ചർച്ചകൾ തുടരും. ആ ചർച്ചയാണ് വ്യാഴാഴ്ച കൊച്ചിയിൽ വെച്ച് നടക്കുന്നത്. ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ദക്ഷിണ റെയിൽവേയും റെയിൽ അധികൃതരുമാണ്. ഇവർ തമ്മിൽ ചർച്ചയുടെ പ്രധാനപ്പെട്ട പോയിന്റ് സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്ന് ബ്രോഡ് ഗേജ് ആക്കണം റെയിൽപാത എന്നാണ്. റെയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജിലാണ്. അതിവേഗ റെയിലുകൾ എല്ലാം ലോകത്തെമ്പാടും സ്റ്റാൻഡേർഡ് ഗേജിലാണ്. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് റെയിൽ പദ്ധതിയും വിഭാവനം ചെയ്തത്. എന്നാൽ അത് മാറ്റണം, ബ്രോഡ് ഗേജ് ആക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത്. അതിന് കേന്ദ്ര സർക്കാരിന്റെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ട്. അത് വന്ദേ ഭാരത് കൂടി ഓടിക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം റെയിൽ എന്നതാണ്. അതിവേഗ റെയിൽ പാതയല്ല, അർദ്ധ അതിവേഗ റെയിൽ പാതയാണ് റെയിൽ. അതുകൊണ്ട് തന്നെ വന്ദേ ഭാരതിന് കൂടി സർവീസ് നടത്താൻ കഴിയുന്ന രൂപത്തിൽ DPR-ൽ മാറ്റം വരുത്തണം എന്നാണ് ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. ഗുണപരമായ എന്ത് ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് നടത്താനും കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനും സംസ്ഥാനം തയ്യാറാണ് എന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അതനുസരിച്ച് വന്ദേ ഭാരതിന് കൂടി പോകാൻ കഴിയുന്ന രൂപത്തിൽ സ്റ്റാൻഡേർഡ് ഗേജ് മാറ്റി ബ്രോഡ് ഗേജിലേക്ക് മാറും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം യോഗത്തിലുണ്ടാകും. മറ്റൊരു കാര്യം ദക്ഷിണ റെയിൽവേ മുന്നോട്ട് വെച്ചത്, കേന്ദ്ര റെയിൽവേ മുന്നോട്ട് വെച്ചത് 50 കിലോമീറ്ററെങ്കിലും കേരളത്തിലെ റെയിൽ പാതയോട് ചേർന്നായിരിക്കണം സിൽവർ ലൈനിന്റെ പാതയും എന്നാണ്. അതിലും ഒരു സംശയം വേണ്ട, അംഗീകരിക്കുന്നതിൽ യാതൊരു തർക്കവും ഉണ്ടാകില്ല. അത് അംഗീകരിക്കാൻ സാധ്യത എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതിന് സംസ്ഥാനത്തിനോ റെയിൽ കോർപ്പറേഷനോ യാതൊരു തടസ്സവുമില്ല. എന്ന് വെച്ചാൽ റെയിൽ പദ്ധതി ഓണാകുന്നു, അത് ട്രാക്കിലേക്ക് തിരിച്ചു വരുന്നു എന്നർത്ഥം. സംസ്ഥാന BJPയുടെ എതിർപ്പുകൾ ഇപ്പോൾ തീരെയില്ല എന്ന് തന്നെ പറയാം. കാരണം കേന്ദ്ര നേതൃത്വം സിൽവർ ലൈൻ പദ്ധതിയോടൊപ്പമാണ്. കാരണം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അർദ്ധ അതിവേഗ പാതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം ഒരു നഗരമായി വികസിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ നഗരമായി വികസിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൽ അതിവേഗ പാതയാണ് വേണ്ടത്, അർദ്ധ അതിവേഗ പാത പോലുമല്ല, അതിവേഗ പാതയാണ് വേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അർദ്ധ അതിവേഗ പാതയാണ്. അത് ഭാവിയിൽ അതിവേഗ പാതയിലേക്ക് മാറ്റാൻ കഴിയുന്ന രൂപത്തിലായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഘടന രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. അത് അത്യാവശ്യമാണ്. അതിവേഗ പാതയാണ് കേരളത്തിന് വേണ്ടത്. കാരണം കേരളം മൊത്തത്തിൽ ഒരു നഗരമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളം വികസിക്കണമെങ്കിൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻ കുതിപ്പുണ്ടാകണം. എങ്കിൽ മാത്രമേ കേരളം വികസിക്കൂ. ഇപ്പോഴത്തെ ട്രെയിൻ യാത്രയുടെ ദുരിതങ്ങൾ നിരന്തരം വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ബോധം കെട്ട് വീഴുകയാണ് തിരക്ക് കൊണ്ട്. ശ്വാസം കിട്ടാതെ ബോധം കെട്ട് വീഴുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ വാർത്തകൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. ട്രെയിനിൽ തൂങ്ങിപ്പിടിഞ്ഞ് യാത്ര ചെയ്യുന്നവരെ നാം കാണുന്നു. എന്ന് വെച്ചാൽ
ട്രെയിനുകൾ നിറഞ്ഞു കവിയുകയാണ്. യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഉൾക്കൊള്ളാൻ സംസ്ഥാനത്തെ റെയിൽ സംവിധാനത്തിന്, ട്രെയിൻ ഗതാഗതത്തിന് കഴിയുന്നില്ല. ബദൽ സംവിധാനം ഉണ്ടാക്കിയേ തീരൂ. അതിനാണ് കേരയിൽ പദ്ധതി വിഭാവനം ചെയ്തത്. എന്നാൽ അത് തടയാനാണ് UDF ശ്രമിച്ചത്. പിണറായി വിജയന്റെ കാലത്ത് കേരയിലോ അതും കൂടി വന്നു കഴിഞ്ഞാൽ ആകെ പൊല്ലാപ്പാകും. ഇവിടെ നാഷണൽ ഹൈവേയുടെ വികസനം ത്വരിതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. അത് ഈ ഇലക്ഷന് മുമ്പ് എന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്ന് കളയുമോ? അതോടൊപ്പം കേരയിൽ കൂടി വന്നാലോ? എൻ്റെ അമ്മോ, സഹിക്കാനേ കഴിയില്ല. ഇതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. കേരളം വികസിക്കുന്നതിൽ തടസ്സം നിൽക്കുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് അത് പറ്റില്ല, ഞങ്ങളുടെ കാലത്ത് വേണമെങ്കിൽ നോക്കാം എന്നായിരിക്കും മനസ്സിലുണ്ടാകുക. ഏതായാലും അങ്ങനെയല്ല. കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുകൂല സമീപനം സ്വീകരിക്കുന്നു. സമരം നടത്തും, തടയും എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എല്ലാ പദ്ധതിയെയും എതിർത്തിട്ടുണ്ട്. കേരളിനെ എതിർത്തിട്ടുണ്ട്, ദേശീയപാതയെ എതിർത്തിട്ടുണ്ട്, വയനാട്ടിലേക്കുള്ള തുരങ്കപാതയെ എതിർത്തിട്ടുണ്ട്. ഏത് പദ്ധതിയോടൊപ്പമാണ് നിന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും UDFും എന്ന ചോദ്യമാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ട് ആ എതിർപ്പ് കണക്കാക്കേണ്ടതേയില്ല. കേരളത്തിന്റെ ജനങ്ങൾക്ക് അതിവേഗപാത വേണം. അർദ്ധ അതിവേഗപാതയാണ് ഇപ്പോൾ വരുന്നത്. അത് വളരെ അത്യാവശ്യമാണ്. അതിനുള്ള തുടക്കം വ്യാഴാഴ്ച ആരംഭിക്കുകയാണ്. കൊച്ചിയിലാണ് ചർച്ച ആരംഭിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് റെയിൽവേ അധികൃതരും കേരയിൽ കോർപ്പറേഷൻ അധികൃതരുമാണ്. സംസ്ഥാനം പൂർണ്ണ പിന്തുണ നൽകുന്നു. കേന്ദ്ര സർക്കാരിൻ്റെയും പിന്തുണ മെല്ലെ മെല്ലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന BJP നേതൃത്വത്തിന്റെ എതിർപ്പ് അത് രാഷ്ട്രീയമാണ്. ആ എതിർപ്പിനെ കേന്ദ്ര സർക്കാർ അവഗണിച്ചിരിക്കുന്നു. അത് കേരളത്തിന്റെ ഭാവിക്ക് വളരെ വളരെ നല്ലതാണ്. കേരളവും ഇന്ത്യയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് കേരളത്തിലെ BJP നേതൃത്വത്തിന് എങ്കിലും ഉണ്ടാകണം. അതുണ്ടായില്ലെങ്കിൽ കേരളത്തിലെ BJP നേതൃത്വം ജനങ്ങളാൽ ഒറ്റപ്പെടും എന്ന കാര്യം സംശയമേയില്ല. എല്ലാ വികസന പദ്ധതികളെയും എതിർക്കുക എന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നത്. ഇതിനെയും എതിർക്കാൻ സാധ്യതയുണ്ട്. ആ എതിർപ്പ് നേരത്തെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരെയും ദേശീയപാതയ്ക്കെതിരെയും ഉയർന്നിരുന്നു. അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. അതിതാ വീണ്ടും ആവർത്തിച്ചാലും ജനങ്ങൾ തള്ളിക്കളയും. അങ്ങനെ കേരയിൽ പദ്ധതി സമീപ ഭാവിയിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാം.